Welcome back friends. Welcome to ER Solutions. നമ്മൾ റെവിറ്റിൽ ഇപ്പം നോക്കാൻ പോകുന്നതാണ് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ സ്റ്റേസ്. നമ്മൾ സ്റ്റേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആൾറെഡി ഒരു പ്ലാൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്ലാനകത്തുള്ള റെഫറൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേസ് റെഡിയാക്കാം. അതർവൈസ് നമ്മളായിട്ട് വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാം. ഇതിനകത്ത് നമ്മൾ റിവീറ്റിൽ നോക്കുന്നതെല്ലാം തന്നെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കോമ്പനൻ്റാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ വരച്ചെടുക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു പ്ലാൻ ഉണ്ട്, നേരത്തെ ഉള്ള ഒരു പ്ലാൻ നമ്മൾ വരച്ചിട്ടുള്ളത് തന്നെ ഉണ്ട്. ഇതിൽ നമ്മളെങ്ങനെയാണ് സ്റ്റേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ലെവൽ 2 എടുക്കുക. ലെവൽ 2 എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇഫ് ഇൻ കേസ് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നമുക്ക് സ്റ്റേസ് വേണം. ഈ ഫ്രണ്ടിലത്തെ ഒരു എൻട്രൻസ് പോർഷനൊക്കെ ഇല്ലേ, നമ്മൾ നേരത്തെ കോമ്പനൻ്റ് ബൈ കോമ്പനൻ്റിൽ നമ്മൾ വരച്ചിട്ടുള്ളത്, അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതർവൈസ് ഇപ്പോൾ ലെവൽ 2 നിന്ന് അകത്തോട്ടുള്ള സ്റ്റേസ് അപ്പ് സ്റ്റേസ് ഈ മേലത്തെ ഫ്ലോറിലോട്ട് ചെല്ലാനുള്ള സ്റ്റേസ് ആണെന്നുണ്ടെങ്കിൽ ലെവൽ 2 നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആസ് പെർ ദ റിക്വയർമെൻ്റ് ആണ് നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതറിയാമല്ലോ. അപ്പോൾ ആർക്കിടെക്ചർ എടുത്തിട്ട് നമുക്കിവിടെ സ്റ്റെയർ സർക്കുലേഷനിലൊരു പാനലിനകത്താണ് റെയിലിംഗ് റാമ്പ് സ്റ്റേസ് ഉള്ളത്. നമ്മൾ ബാക്ക്വേർഡ് നോക്കാം, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. സോ ആദ്യം നമ്മൾ സ്റ്റേസ് നോക്കാം. ഇപ്പോൾ സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 ടൈപ്പിലുള്ളതുണ്ട്. ഒന്ന് സ്റ്റേ ബൈ കോമ്പനൻറ്റ്, പിന്നെ സ്റ്റേ ബൈ സ്കെച്ച്. സ്റ്റേ ബൈ കോമ്പനൻ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കോമ്പനൻ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റേ ബൈ സ്കെച്ച് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ നോക്കാം. സ്റ്റേ ബൈ കോമ്പനൻ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സ്റ്റേ ബൈ കോമ്പനൻ്റ് എടുത്തു. കോമ്പനൻ്റ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ലെവൽ 2 ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബേസ് ലെവൽ 2, പക്ഷേ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടപ്പെട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ. സോ ഈ ഒരു 300 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഡിസൈഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് 17 സ്റ്റെപ്പുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആക്ച്വൽ റൈസർ ഹൈറ്റ് ഓട്ടോമാറ്റിക് ഇവിടെ ഡീഫോൾട്ടായിട്ട് വരുന്നതാണ് റൈസർ 17.65. ഇഫ് ഇൻ കേസ് യു ആർ എന്തെങ്കിലും 15ഓ 12ഓ അങ്ങനെ വെക്കണം. ഇപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ അങ്ങനെ ഒരു സ്റ്റെയറാണ് ആൾറെഡി ഉള്ള ഒരു സ്റ്റെയറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെന്നുണ്ട്. ഇത് നേരെ നമുക്ക് ലേഡർ പോലെ കിട്ടുന്നതാണ്, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഷോ. ഇപ്പോൾ നമ്മൾ അത് വരയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനിവിടെ വെച്ചു, എന്നിട്ട് ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ എന്തായി, 6 റൈസർ ക്രിയേറ്റഡ്, 10 റിമൈനിങ്, 9 ക്രിയേറ്റഡ്, 8 റിമൈനിങ് എന്നുള്ള ആ മാക്സിമം 17 എനിക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, കൗണ്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്തത് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈ ഒരു സർക്കിൾ മോഷൻ, സർക്കുലർ ആകുമ്പോഴത്തേക്കും ഈ ഒരു സെൻറ്റർ പോയിൻ്റ് എടുക്കാം. സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് എനിക്ക് ആക്ച്വൽ റണ്ണിങ് എങ്ങനെ വലിയ വിത്തിൽ വെക്കണം, അല്ലെങ്കിൽ മീൻസ് റേഡിയസ് കുറയ്ക്കുന്നത് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ഹാഫ് സർക്കിളായിട്ടും സെമി സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സ്പൈറൽ പോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ടിക്ക് കൊടുത്തിട്ട് ഈ ആദ്യം 2 നമുക്ക് ആദ്യം കാണാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണ്ടു ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാധനം, ഇതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചത്. ഇതെല്ലാം നമ്മൾ ഒറ്റ പീസിലായിട്ട് വരച്ചതുകൊണ്ടാണ് ഒറ്റ സെലക്ഷനായിട്ട് വരുന്നത്. നമ്മൾ ഓരോ ടിക്ക് കൊടുത്തിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി അണ്ടർ സെപ്പറേറ്റ് സെലക്ഷൻ. ഓക്കെ, ഇപ്പോൾ ലെവൽ 2 എടുത്തു. അടുത്തത് നമുക്ക് വരയ്ക്കാം. ഇതിനകത്ത് സ്റ്റെയർ എടുക്കാം, സ്റ്റെയർ ബൈ കോമ്പനൻ്റ് എടുക്കാം. ഈ ഒരു റൗണ്ടിലുള്ളതാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നതെന്ന് വെച്ചു. ഇങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാം, അതർവൈസ് ഇങ്ങനെ ടിക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റെയർ എടുത്തു. അടുത്തത് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ എത്രയാണോ സർക്കിൾസ് വേണ്ടത് അതനുസരിച്ച് ഇതിനകത്ത് ഈ ഔട്ടർ ലൈൻ ആദ്യം ക്രിയേറ്റ് ആവും, പിന്നെ പകുതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് എൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാം. നേരെ പ്ലേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചെയ്യാനില്ല. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് കോമ്പനൻറ്റ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ആ ബ്ലോഗ്സിൽ ചെന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ലൈക്ക് ദിസ്. കണ്ടോ, ഈ ഒരു ലെവലും പിന്നെ അതേപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ആദ്യം ഔട്ടർ സർക്കിൾ കൊടുത്തിട്ട് നമുക്ക് സ്റ്റെപ്സ് എടുക്കാം. ഇതിനകത്ത് എല്ലാം മോഡലായിട്ട് തന്നെയാണ് വരുന്നത്. കണ്ടോ,
ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാൻഡിങ്ങിലും കൂടെ ആ ഒരു കേർവിലും കൂടെ നമുക്ക് ഒരു സ്റ്റെപ്സ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇത് മറ്റേ ഈ ലോസ്റ്റ് ടൈപ്പ് ഇങ്ങനത്തെ ആയിട്ട് നമുക്ക് എൽ ടൈപ്പും പിന്നെ ഈ ഒരു ടൈപ്പും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കോമ്പനൻ്റാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്സിനെ നേരെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് വേണമെങ്കിലും എടുക്കാം. അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെയറാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാറാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എങ്ങനെ വരച്ചെടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ ബൈ കോമ്പനൻറ്റിൽ ഈ ഒരു സാധനം എടുത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ലാൻഡിങ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ റൺ എടുത്തിട്ട് ഈ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. എല്ലാം ഞാൻ സെൻട്രൈസ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് സെൻട്രൈസ്ഡ് ഞാൻ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നോക്കാം. കണ്ടോ, ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കട്ടോട് കൂടി തന്നെ ലാൻഡിങ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ റണ്ണ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു ലാൻഡിങ് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഇങ്ങനെ ആക്സസ് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. നോട്ട് ഈവൻ ലൈക്ക് ദിസ്. ഇപ്പോൾ നമുക്ക് വേറെ ടൈപ്പിൽ വേണമെങ്കിലും ചെയ്യാം. വൺ മോർ ടൈം ഞാൻ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു മോഡൽ ലൈൻ എടുത്തിട്ട് ഞാനൊരു ഔട്ടർ ലൈൻ മാത്രമായിട്ട് കൊടുക്കാം. വരച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ലാൻഡിങ് ഉണ്ടല്ലോ, ലാൻഡിങ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആർക്ക് പോലാണ് എൻ്റെ ലാൻഡിങ് ഞാനിങ്ങനെ വെക്കാൻ പോണത്. ഓക്കെ, ഇങ്ങനെ ഒരു മോഡലിലാണ് ഞാനൊരു സ്റ്റെയർ ഇപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ സ്റ്റെയർ എടുക്കുക, സ്റ്റെയർ ബൈ കോമ്പനൻറ്റ്, ഈ ഒരു റൺ എന്നുള്ളത് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റേജ് ആയിട്ട് തന്നെ റൺ കൊണ്ടുവരിക. ഓക്കെ, റൺ കൊടുത്തു കഴിഞ്ഞിട്ട് ലാൻഡിങ്ങിൽ പോവുക. ലാൻഡിങ്ങിൽ പോയിട്ട് അവിടെ ഒരു ക്രിയേറ്റ് സ്കെച്ചിനുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൊടുത്തു. ലൈൻ എടുത്തിട്ട് ഈ ഒരു ലാൻഡിങ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ലാൻഡിങ് നമുക്ക് ക്ലോസ് ചെയ്യണമല്ലോ. ഓക്കെ, ലാൻഡിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെയും റൺസ് എടുത്തിട്ട്, മീൻസ് റൺ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെയർ ആണല്ലോ, അപ്പോൾ ആ ഒരു റൺ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 റൈസ് എന്നുണ്ടെങ്കിൽ 8 റൈസ് വേണമെങ്കിൽ നമുക്ക് ഇത് മാത്രം സെലക്ട് ചെയ്ത് കുറച്ച് താത്ത് വെക്കാം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇത് ടിക്ക് കൊടുത്തു. ടിക്ക് കൊടുത്തിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഉള്ളത്. ഈ റെയിലിംഗ് ടൈപ്പിനുള്ളത് ക്ലോസ് ആയതുകൊണ്ട് ഇവിടെ കിട്ടുക. നമുക്ക് റെയിലിംഗ് ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് റെയിലിംഗ് സെപ്പറേറ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം റെയിലിംഗ് എങ്ങനെയാണ് സെപ്പറേറ്റ് കൊടുക്കുന്നതിനുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. പക്ഷേ നമ്മളിങ്ങനെയാണ് എങ്ങനെ വേണമെന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ റൺ കൊടുക്കുക, പിന്നെ ലാൻഡിങ് കൊടുക്കുക. ഈ ലാൻഡിങ് ഈ ബാൽക്കണി ടൈപ്പിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു റൗണ്ട് കോർണർ വരും. അത് ചിലപ്പോൾ അടുപ്പിച്ചാണെങ്കിലും അങ്ങനെ ആക്കാൻ പറ്റും, അല്ലാതെ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലെവൽ 2 എടുത്തു. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്കെച്ചിൽ നമുക്ക് ഈ ഒരു റൺസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് കൂടാതെ ഈ ഒരു വലിയ കോളേജുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കേർവ് ടൈപ്പിലും ആ ഒരു ലെന്തും സ്റ്റെപ്പിൻ്റെ ലെന്തും കൂടുതലായിരിക്കും, അതേപോലെ സ്റ്റെപ്പിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. അതുപോലത്തെ ഉള്ള ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റെയർ എടുക്കുക. ഇപ്പോൾ സ്റ്റെയർ ബൈ കോമ്പണൻറ്റ് നമ്മൾ നോക്കി, അതേപോലെ ഇപ്പോൾ സ്റ്റെയർ ബൈ സ്കെച്ചിനുള്ളത് എടുക്കുക. സ്റ്റെയർ ബൈ സ്കെച്ചിന് എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ബൗണ്ടറിയാണ് വരയ്ക്കേണ്ടത്. ബൗണ്ടറി എന്ന് പറയുന്നത് ഔട്ടർ ലൈൻ. ഓക്കെ, ഞാനൊരു ആർക്കാണ് വരയ്ക്കുന്നത്. ചെറിയൊരു ആർക്ക് ഞാൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്ത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആർക്കും കൂടെ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ആർക്കിൻ്റെയും കൂടെ ഇടയ്ക്കാണ് നമുക്ക് ഇതാണ് ഔട്ടർ ലൈന്, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കാണ് സ്റ്റേസ് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബൗണ്ടറി എല്ലാം എടുത്ത് വരച്ചിരിക്കുന്നത്, ബൗണ്ടറി ഷുഡ് ബി ഇൻ ഗ്രീൻ കളർ, അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ ഇപ്പോൾ അടുത്ത റൈസറാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ബ്ലാക്ക് കളർ. ഓക്കെ, ഇപ്പം ഞാൻ ഒരു എൻഡാണ് കണക്ട് ചെയ്യാൻ പോണത്. എൻഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്സെറ്റ് എടുക്കാം. പിക്ക് ലൈൻ എടുത്തിട്ട് ഓപ്സെറ്റ് കൊടുക്കുക, 25 or 30 കൊല്ലം കൊടുക്കാം. ഓക്കെ,
എത്ര സ്റ്റെപ്സാണ് ബാക്കിയുള്ളത് അതനുസരിച്ച് കൊടുക്കാം. കൂടുതൽ പോയെങ്കിലും തെറ്റൊന്നുമില്ല. ജസ്റ്റ് ലെവൽ 3 വരെ ഇത്രയാണെന്നുള്ളതേ നമുക്ക് പറയുന്നുള്ളൂ. കറക്റ്റ് ഞാനിങ്ങനെ 30 ഒരു ത്രെഡ് ലെവൽ വെച്ചിട്ട് കൊടുത്തുകൊണ്ട് പോവുക. റേസർ ഓട്ടോമാറ്റിക്കലി വരുന്ന റേസറാണ് വന്നിരിക്കുന്നത്. 17.7 വാട്ട് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ലെവൽ 3യെക്കാട്ടിലും കൂടുതലായിട്ടാണ്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാം. ട്രിം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം അതേപോലെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ട്രിം എടുത്തിട്ട് ഈ ഒരു ലൈൻ എടുത്തിട്ട് ഓക്കെ ഇങ്ങനെ തന്നെയാണിത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഫില്ലറ്റ് എടുത്തിട്ട് കോർണർ ഒന്ന് കണക്റ്റഡ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ കണക്റ്റഡ് ആണോ നോക്കിക്കഴിഞ്ഞ് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് കൂടുതലായി എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ആ ഒരു സ്റ്റെപ്സ് കിട്ടുന്നത്. ഇത് നമ്മൾ മോൾസ്, ഷോപ്പിംഗ് മോൾസ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ മീൻസ് സ്റ്റേജ് കാണാൻ പറ്റും. ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന റെയിലെന്ന് പറയുന്നത് വളരെ കാഷ്വലായിട്ടുള്ള ഒരു നോർമൽ റെയിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്കിത് എഡിറ്റ് ടൈപ്പ് പോവാം. എഡിറ്റ് ടൈപ്പ് പോയിട്ട് ഇവിടെ താഴെ കൊണ്ട് ടൈപ്പിനുള്ളതിനകത്ത് for 900 mm പൈപ്പാണുള്ളത്. അത് മാറ്റിയിട്ട് റെക്ടാങ്കുലർ പൈപ്പ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ റെക്ടാങ്കുലർ പൈപ്പായിട്ട് വരും. കണ്ടോ ഈ ഒരു കൈവരി എന്ന് പറയുന്നത് റെക്ടാങ്കിളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതർവൈസ് അല്ലാതെ എനിക്ക് വേറെ രീതിയിൽ മാറ്റണമെന്നുണ്ടെങ്കിലും എഡിറ്റ് ടൈപ്പ് പോയിട്ട് അടുത്തത് ഈ ഗ്ലാസ് പാനൽ നമ്മളിപ്പോൾ ബാൽക്കണീസിലൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കണ്ടോ ഈ ഒരു ഗ്ലാസ് ബോട്ടം മാത്രം ഗ്ലാസ് ആയിട്ടുണ്ടാവും, ഇടയ്ക്ക് കുറച്ച് ഇതുണ്ടാവും. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്സിമം ആൾക്കാർ. ഇപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ ഒരു സൈഡ് മാത്രമേ ഇത് സെലക്ട് ചെയ്തുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ മാത്രം ചേഞ്ച് ആയിരിക്കുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈവൻ നമ്മൾ സ്റ്റെയർ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ നമുക്ക് ഹാൻഡ് റെയിൽസ് ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോത്ത് സൈഡ്സ് യൂസ് ചെയ്യും. അതർവൈസ് നമുക്ക് ഒരു സൈഡ് മാത്രം ഹാൻഡ് റെയിൽ വരൂ. ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ വോളായിരിക്കും സപ്പോർട്ട് കാണുന്നത്. ആ ഒരു ഏരിയയിൽ ആ ഒരു സൈഡ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഇപ്പോൾ ഗ്ലാസ് പാനൽ രണ്ടിടത്തും വെച്ചു. കേട്ടോ അപ്പോൾ ഇങ്ങനെയായിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ പ്ലാനിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് റാമ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.